ഹായ് ഫ്രണ്ട്സ്, ജസി ഷാക്കിർ അടിപൊളി കുക്കിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെ കുഞ്ഞു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പാലട പായസമാണ്. ഓണക്കല്ലേ വരുന്നത്, അപ്പം നമുക്ക് ഇപ്രാവശ്യത്തെ ഓണത്തിന് അടിപൊളിയായിട്ടൊരു പാലട പായസം തന്നെ ഉണ്ടാക്കാം. അപ്പം നമുക്ക് ഈ പാലട പായസം എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇനി നമുക്ക് കുക്കിംഗ് തുടങ്ങിയാലോ. ആദ്യം തന്നെ നമുക്ക് അതിലേക്ക് 2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് പാല് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പാല് തിളച്ചതിന് ശേഷം പിന്നെ നമ്മൾ മീഡിയം സൈസിൽ തീ ഇടാൻ പാടുള്ളൂ. ഫുള്ളിലിട്ടാണ്ട് തിളപ്പിക്കാൻ പറ്റില്ല, അപ്പം നമ്മുടെ പായസം ശരിയാവില്ല. അപ്പം നമ്മളെ പാല് നന്നായി തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ടോട്ടൽ ഇതിൽ വരുന്നത് 250 ഗ്രാം പഞ്ചസാരയാണ്. അത് 4 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. വീണ്ടും പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തോണ്ടേ ഇരിക്കണം. വീണ്ടും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പിഞ്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാനിതിൽ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടുണ്ട്. അത് നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. വീണ്ടും വീണ്ടും ഇളക്കി കൊടുക്കണം. നമ്മളിത് നിർത്താതെ ഇളക്കി കൊടുത്തുകൊണ്ട് ഇരിക്കേണ്ടതാണ്. നാലാമതും പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളെ അടയാണ്. അട ഞാൻ തിളച്ച വെള്ളത്തിൽ ഒരു 1/2 മണിക്കൂർ ഇട്ട് വെച്ചതാണ്. നന്നായി 2-3 പ്രാവശ്യം പച്ച വെള്ളത്തിൽ നന്നായി കഴുകി വെള്ളം ഊറ്റി വെച്ചതേന്ന്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ആയിട്ടാണ് ഞാൻ കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇളക്കിക്കൊണ്ടിരിക്കണം. നന്നായി വറ്റി വരുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുക്കേണ്ടതാണ്. വീണ്ടും നമുക്കത് ഫുള്ളായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ അടയും നെയ്യും പാലും പഞ്ചസാരയും എല്ലാം കൂടി മിക്സ് ആയിങ്ങാണ്ട് നമ്മളെ അടപ്പായസം അടിപൊളിയായിട്ട് വരുന്നുണ്ട്.
അപ്പോൾ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി വീണ്ടും ഒരു അടിപൊളി ഐറ്റവുമായിട്ട് ഞങ്ങൾ വീണ്ടും വരും. ഓക്കെ, ബൈ.